ഈ മോള് ആ മോളുടെ പ്രായം 8-9 വയസ്സാണ് എന്ന് തോന്നുന്നു. ആ മോളും ആ സെക്യൂരിറ്റി ജീവനക്കാരനും ആ മോളുടെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു CCTV ഫുട്ടേജാണിത്. നിങ്ങൾക്ക് കാണാം, ഈ ലക്ഷറി വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ജോലി ചെയ്ത് വരികയാണ് ഈ പയ്യന് കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായപ്പോൾ പഠനം നിർത്തിയിട്ട് സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ വീട്ടിൽ ജോലിക്കാരനായിട്ട് എത്തുന്നത്. ഈ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഭർത്താവും ഭാര്യയും ചെറിയ ഒരു മകളുമാണ്. 8-9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകളാണ്. ആ മകളും ഈ പയ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സമയം കളയണ്ട, നമുക്ക് വീഡിയോ കാണാം. നോക്കുക, അതായത് ഈ വീട്ടിലാണ് ആ പയ്യന് ജോലി ചെയ്യുന്നത്. എനിവേ, അയാൾ ആകെ ടയേർഡാണ്. കാരണം നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഡേ ഡ്യൂട്ടിയും ഉണ്ട്. അപ്പം അയാൾ അവിടെ ഇരുന്നിട്ട് വല്ലാതെ ക്ഷീണം ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, അയാൾ അവിടെ ഇരുന്ന് കുറച്ച് കിടക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അവിടെ കിടന്നു. കാരണം ഹെവി ഡ്യൂട്ടി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും തളർന്നു പോകും. ആ സമയത്താണ്, നിങ്ങൾ നോക്കുക, ആ സമയത്താണ് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീട്ടിലുള്ള ആ ഒരു സ്ത്രീ, വീട്ടുടമ പുറത്തേക്ക് വരുന്നു. സെക്യൂരിറ്റി ആ പയ്യൻ അവിടെ കിടന്നത് കണ്ടപ്പോൾ ആ സ്ത്രീ പറയാണ്, അല്ലെങ്കിൽ ഉടമ പറയാണ്, ഇതിനാണോ നിനക്ക് ഞാൻ ജോലി തന്നത്? സ്വാഭാവികമായിട്ടും ചീത്ത കേൾക്കും. കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണോ ഞാൻ ശമ്പളം തരുന്നത്? നിങ്ങൾക്ക് കാണാം, ഈ മോള് ആ മോളുടെ പ്രായം 8-9 വയസ്സാണ് എന്ന് തോന്നുന്നു. ആ മോളും ആ സെക്യൂരിറ്റി ജീവനക്കാരനും ആ മോളുടെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും. കുറച്ച് സിമ്പതിയുള്ള, മനുഷ്യത്വമുള്ള ഒരു കുട്ടിയാണ്. ആ ഒരു അവസരമാണ് ഇവിടെ ആ പയ്യൻക്കൊരു സഹായമായിട്ട് മാറിയത്. നിങ്ങൾ കാണാം, ആ പയ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഹെവി ഡ്യൂട്ടി, ഓവർ ടൈം ഡ്യൂട്ടി, നൈറ്റും ഡേ ഒക്കെ ഡ്യൂട്ടി ചെയ്ത് ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാതിരുന്നപ്പോൾ പയ്യനിക്ക് വയറ് വേദന അനുഭവപ്പെടുന്നു. വിശപ്പിൻ്റെയൊക്കെ അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ അനുഭവിച്ച ആളുകൾക്ക് അറിയുള്ളൂ. പട്ടിണിയിലൂടെ കടന്നുപോയ ആളുകൾക്ക് അതിൻ്റെ വില അറിയുള്ളൂ. എന്തായാലും അപ്പോൾ എനിക്ക് തീരെ വയ്യ, സോ അവിടെ കടന്നു. ഈ സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക, ആ പിഞ്ചു കുട്ടിയുടെ മനസ്സ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം കിച്ചണിൽ പോയിട്ട് കുറച്ച് കുടിവെള്ളം, അതുപോലെ തന്നെ ആ കുട്ടിക്ക് എന്തോ കഴിക്കാൻ കൊടുത്തത് ആ കുട്ടി അകത്ത് പോയിട്ട് എടുത്ത് അത് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ എനിക്ക് കൊടുക്കുന്ന ഒരവസ്ഥ. ഇതേപോലെ തന്നെ നമ്മളുടെ വീടുകളിലും, അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമായിട്ട് വലിയ ലക്ഷറി ലൈഫൊക്കെ ഉള്ള ആളുകളുടെ വീട്ടിലൊക്കെ ഇതേപോലെയുള്ള സെർവൻ്റ് ഉണ്ടാവും. സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ആളുകളുണ്ടാകും. വീട്ടിലുള്ള മറ്റ് ജോലികൾ ചെയ്യുന്ന സെർവൻറ്റുകൾ ഉണ്ടാകും, ഡ്രൈവർമാരുണ്ടാകും, ഒക്കെ ഉണ്ടാകും. നമ്മളൊക്കെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ അങ്ങനെ കാണണ്ടെങ്കിലും അവരുടെ ഒരു അവസ്ഥ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിക്കണം. കാരണം അവർ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരന്മാർ ഇവരൊക്കെ ശരിക്കും വെയിലും മഴയും ഒക്കെ കൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. ഡ്രൈവർമാരും നമ്മളെ കൃത്യസമയത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു തരുന്ന ഡ്രൈവർമാർ, അവരും ഊണും ഉറക്കവും ഒന്നുമില്ലാതെയാണ് നമ്മളെ ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് നമ്മളൊക്കെ എത്തേണ്ട സ്ഥലത്ത് അവർ എത്തിച്ചു തരുന്നത്. അപ്പോൾ അവർക്കും റെസ്റ്റ് കൊടുക്കുക, അവർക്കും ഫുഡ് കറക്റ്റ് സമയത്തൊക്കെ കൊടുക്കുക. നമ്മൾ ശമ്പളം മാത്രം കൊടുക്കുന്ന ഒരു റോബോട്ടായിട്ട് നമ്മൾ
കാണാൻ പാടില്ല. സോ ആ കുട്ടി മനുഷ്യത്വം ഉള്ളതുകൊണ്ട് അയാൾ അവിടെ ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ മതി. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.